ഇന്നത്തെ ടോപ്പിക്ക് അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി ഇതെല്ലാം ഭക്ഷണത്തിൽ എന്തൊക്കെ ക്രമീകരണങ്ങൾ വരുത്തണം എന്നുള്ളതാണ്. അമിതമായിട്ട് ശരീരത്തിൽ കൊഴുപ്പടിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് പൊണ്ണത്തടി. ഇത് തെറ്റായ ഭക്ഷണക്രമം കൊണ്ടാകാം, ജീവിതചര്യയിലുള്ള വ്യത്യാസം കൊണ്ട് ഇതെല്ലാം ഈ ഒബീസിറ്റി അമിതവണ്ണത്തിലേക്ക് എത്താം. വ്യായാമക്കുറവ്, അനാരോഗ്യകരമായ ഭക്ഷണ രീതി, പിറ്റ്യൂറ്ററി, തൈറോയിഡ്, അഡ്രിനൽ ഗ്ലാൻഡ് ഇവയുടെ തകരാറുകൾ, മറ്റ് ജനിതക കാരണങ്ങൾ എന്നിവയെല്ലാം ഈ അമിതവണ്ണത്തിന് കാരണമാകാം. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ജീവിതചര്യ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സമീകൃതമായ ഭക്ഷണം തന്നെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. പലരും കാണാറുണ്ട് ബോഡി വെയിറ്റ് കുറയ്ക്കാൻ അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലുണ്ട്, വെയിറ്റ് മാനേജ്മെൻറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം ഒഴിവാക്കി കാണാറുണ്ട്. ഇതൊരു നല്ല പ്രവണതയേ അല്ല. ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ടുള്ള കറക്റ്റായിട്ടുള്ളൊരു ഭക്ഷണ ക്രമീകരണമാണ് വേണ്ടത്. ഒരു ദിവസം വേണ്ടുന്ന ഭക്ഷണത്തിൻ്റെ 45 തൊട്ട് 60 കലോറി എനർജി കാർബോഹൈഡ്രേറ്റിൽ നിന്ന് വേണം, അന്നജത്തിൽ നിന്ന് വേണം. അതുപോലെ തന്നെ 20 മുതൽ 30% എനർജി കൊഴുപ്പിൽ നിന്ന് വേണ്ടതാണ്. 10 തൊട്ട് 20% നമ്മളുടെ എനർജി പ്രോട്ടീനിൽ നിന്ന് വേണ്ടതാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് സമീകൃതമായിട്ട് തന്നെ ആയിരിക്കണം ഭക്ഷണം. പഴങ്ങൾ, പച്ചക്കറികൾ, നാര് നീക്കാത്ത ധാന്യവർഗ്ഗങ്ങൾ, കൊഴുപ്പ് കുറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ വിഭവങ്ങൾ, അതുപോലെ ആരോഗ്യപ്രദമായ കൊഴുപ്പ്, ഇവയെല്ലാം ചേരുന്ന ഒരു ഡയറ്റ് തന്നെ ആയിരിക്കണം. ഇനി ഒരു ഡയറ്റ് മാനേജ്മെൻറ്റ് പോകാൻ നിൽക്കുന്ന ഒരാൾ ആദ്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരു വൈദ്യപരിശോധനയാണ്. ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട്. ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ കൊളസ്ട്രോൾ ലെവൽ, HbA1c, അതുപോലെ ബ്ലഡ് BP ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തൈറോയിഡോ ഏതെങ്കിലും PCOD ഉണ്ടോ എന്ന് നോക്കേണ്ടതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഡയറ്റിംഗ്. ഡയറ്റിംഗ് എന്നാൽ പ്രത്യേകമായിട്ട് ഓർക്കുക, ഒരു സമയത്തുള്ള ഭക്ഷണ ക്രമീകരണമാണ്. അതും ചിട്ടയായിട്ട് അറേഞ്ച് ചെയ്യുന്നതായിരിക്കണം. ഒരു ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ ഡയറ്റീഷ്യൻ്റെയോ സേവനം ഇതിനു വേണ്ടിയിട്ട് സ്വീകരിക്കാവുന്നതാണ്. ഇനി ഇടവിട്ട് കഴിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ബഞ്ചി ഈറ്റിംഗുകാരോട് പറയാനുള്ളത്, ചെറിയ ഭക്ഷണം ഇടവേളകളിട്ട് കഴിക്കുന്നത് നല്ലത് തന്നെ. പക്ഷെ കഴിക്കുന്ന ഭക്ഷണം സെലക്റ്റീവ് ആയിരിക്കണം. കൂടുതൽ എളുപ്പത്തിന് വേണ്ടി നമുക്ക് ലഭ്യമാകുന്ന ഭക്ഷണങ്ങളെല്ലാം വറുത്ത ഭക്ഷണങ്ങളാകാം, അല്ലെങ്കിൽ കലോറിഫിക് വാല്യൂ കൂടുതലുള്ളതാകാം. അതൊക്കെ ഏറ്റവും ശരീരഭാരം കൂട്ടുമെന്ന് ഓർക്കുക. ഇനി നമ്മളുടെ ശരീരത്തിൻ്റെ വെയിറ്റ്, ബോഡി വെയിറ്റ്, അവർ ചെയ്യുന്ന ആക്ടിവിറ്റി എന്തൊക്കെയാണ്, അവരുടെ ഫിസിയോളജിക്കൽ സ്റ്റേജ്, ഇതെല്ലാം നോക്കി വേണം. പിന്നെ അതുപോലെ അസുഖങ്ങൾ, ഏതെങ്കിലും ഡിസീസ് കണ്ടീഷൻ ഉണ്ടോ, ഇതെല്ലാം നോക്കി വേണം ഡയറ്റ് ക്രമീകരിക്കാൻ. അല്ലാതെ എല്ലാവർക്കും ഒരുപോലെയുള്ളൊരു ഡയറ്റ് പ്ലാൻ അല്ല വേണ്ടത്. അതുപോലെ ഹാർട്ട് ഡിസീസ്, റീനൽ ഡിസീസുകൾ, ലിവർ ഡിസീസ്, ഇതൊക്കെ ഉള്ളവർ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ ഒരു ഡയറ്റ് എടുക്കാവുള്ളൂ, ഡയറ്റിംഗ് സ്വീകരിക്കാവുള്ളൂ. ഇനി ഭക്ഷണ ക്രമീകരണം എങ്ങനെ വേണം എന്നുള്ളതാണ്. കാർബോഹൈഡ്രേറ്റ് കുറച്ച് വെക്കുക, അന്നജം കുറച്ച ഭക്ഷണം വേണം, പ്രോട്ടീനുകൾക്ക് പ്രാധാന്യം നൽകണം, നാരുകളടങ്ങിയ ഭക്ഷണം വേണം, വിറ്റമിൻസ്, മിനറൽസ് ഒക്കെ ലഭ്യമാകാൻ പഴങ്ങളും പച്ചക്കറികളും ആഡ് ചെയ്തുള്ള ഡയറ്റ് വേണം. ഇനി വെള്ളം കുടിക്കാൻ മറക്കരുത്. ആവശ്യത്തിന് വെള്ളം വേണം, അതിൻ്റെ കൂടെ തന്നെ വ്യായാമവും. ഇനി നാരുകളുള്ള ഭക്ഷണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ അന്നജത്തിൻ്റെ അളവ് ക്രമപ്പെടുത്തി വെച്ച് വേണം. പക്ഷേ തവിട് നീക്കാത്ത ധാന്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. തവിട് നീക്കാത്ത അരി, ഗോതമ്പ്, മില്ലറ്റുകൾ ഇതെല്ലാം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ നാരുകളുള്ള ധാന്യവർഗ്ഗങ്ങളിൽ കൂടുതലളവിൽ നാരുകൾ ഉള്ളതിനാൽ ഇത് ശരീരത്തിലെ അധിക കൊഴുപ്പിനെയും കൊളസ്ട്രോളിനെയും ഒക്കെ അത് കുറച്ച് നിർത്താൻ സഹായിക്കും. ഇനി പ്രോട്ടീനാണ് ഏറ്റവും പ്രമുഖമായിട്ട് വേണ്ടത്. പ്രോട്ടീന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് മത്സ്യം, മുട്ടവെള്ള, അതുപോലെ തന്നെ ചിക്കൻ, കോഴിയിറച്ചി തിരഞ്ഞെടുക്കാം, പയറുവർഗ്ഗങ്ങൾ, അണ്ടിപ്പരിപ്പുകൾ നിയന്ത്രണ വിധേയമായി വേണം എന്നുള്ളതാണ്. ദിവസേനയുള്ള ഭക്ഷണത്തിൽ മുളപ്പിച്ച പയറുകൾ ആഡ് ചെയ്യാം. മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ ഒരു ഫില്ലിങ്സ് ആയിട്ട് നമുക്ക് വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഒരു ഭക്ഷണം ഓരോ നേരത്തെ മെനുവിലും ആവശ്യത്തിന് പ്രോട്ടീൻ വേണം എന്നുള്ളതാണ്. ഇനി മത്സ്യം തിരഞ്ഞെടുക്കുന്ന മത്സ്യങ്ങൾ ഷെൽഫിഷസ് ആകാതിരിക്കുക. കക്ക, ഞണ്ട്, കൊഞ്ച് കൊഴുപ്പ് കൂടുതലുള്ളതാണ്. ചെറിയ മത്സ്യങ്ങൾ ഒമേഗ 3 അടങ്ങിയ മത്തി, അയല,
അതുപോലെയുള്ള മത്സ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് HDL ലെവൽ, ഗുഡ് കൊളസ്ട്രോളിൻ്റെ ലെവൽ കറക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ LDL ബാഡ് കൊളസ്ട്രോളിനെ കുറച്ച് വെക്കാനും സഹായിക്കും. ഇനി പാലുൽപ്പന്നങ്ങളെ കാര്യങ്ങൾ എടുക്കുമ്പോൾ പാടനീക്കിയ പാലുൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കണം. തൈര്, മോര് ഇവയൊക്കെ ഇതെല്ലാം പ്രോബയോട്ടിക്സുകളാണ്. ഇത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണപ്രദമാണ്. അതുപോലെ മാത്രമല്ല ഇതിനകത്തിൽ കാൽഷ്യം, ഫോസ്ഫറസ് ഒക്കെ അവശ്യ മിനറൽസും ലഭ്യമാകുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അണ്ടിപ്പരിപ്പുകളുടെ കാര്യം. കശുവണ്ടി, ബദാം, കപ്പലണ്ടി ഇത് ഉപയോഗിക്കുമ്പോൾ നിയന്ത്രണ വിധേയമായി വേണം. അതിൻ്റെ ഉപയോഗം HDL കൊളസ്ട്രോൾ ഇംപ്രൂവ് ആകാൻ സഹായിക്കും. പച്ചക്കറികളുടെയും പഴങ്ങളുടെയും കാര്യം എടുക്കുമ്പോൾ ദിവസം ഒരു 2 സെർവിങ് എങ്കിലും ഫ്രൂട്ട്സ് വേണം. ഒരു 150 ഗ്രാമെങ്കിലും പഴങ്ങൾ ആഡ് ചെയ്യണം. അതിൽ തന്നെ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആയിട്ടുള്ള പഴങ്ങൾ ആഡ് ചെയ്യുന്നത് വളരെ ഗുണകരം. ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ആപ്പിൾ, പേരയ്ക്ക, പപ്പായ, നാരങ്ങ വർഗ്ഗങ്ങൾ, കിവി, പ്ലംസ് ഇങ്ങനെയുള്ള കലോറി കുറഞ്ഞുള്ള പഴങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. പച്ചക്കറികൾ ഉപയോഗിക്കുമ്പോൾ ഇലക്കറികൾ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ആഹാരത്തിൻ്റെ പാർട്ടാകണം. ദിവസം ഒരു പച്ചക്കറി സാലഡ് നിർബന്ധമായിട്ടും വേണം. പച്ചക്കറികളുടെ സർവീസ് ഒരു ദിവസത്തേക്ക് 350 ഗ്രാം എന്ന ക്രമത്തിൽ വേണം. അത് ഓരോ സെർവിങ് ആയിട്ട് ഡിവൈഡ് ചെയ്തായിരിക്കണം. ഇത്രയും നാരുകളുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ കലോറിയുടെ തോത് കുറച്ച് വെക്കാനും ശരീരത്തിന് ആവശ്യത്തിന് നമുക്ക് ബോഡി വെയിറ്റ് കുറച്ചു കൊണ്ടുവരാനും സഹായിക്കും. ഒരു മാസം കുറയേണ്ട ഒരു സ്റ്റാൻഡേർഡ് വെയിറ്റ് ലോസ് എന്നുള്ളത് 3 തൊട്ടിട്ട് 4 കിലോ അകത്തായിരിക്കണം. അതാണ് ഒരു സയൻറ്റിഫിക് ബേസ് വെയിറ്റ് ലോസിൻ്റെ. അനാരോഗ്യകരമായ ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കി നിർത്തണം. എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ ബേക്കറി പലഹാരങ്ങൾ, റെഡ് മീറ്റുകൾ, ബീഫ്, മട്ടൺ, പോർക്ക്, സാച്ചുറേറ്റഡ് ഫാറ്റ്സിൻ്റെ അളവ് കൂടുതലാണ്. പ്രോസസ്ഡ് ഫുഡ്സ്, മൈദ കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ, ഉപ്പ്, എണ്ണ, അതുപോലെ തന്നെ തേങ്ങ ഇവയുടെ ഉപയോഗം അമിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ ജങ്ക് ഫുഡ്സുകൾ, കാർബണേറ്റഡ് ബിവറേജസുകൾ, സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ഇതെല്ലാം കഴിവതും തീരെ അളവിൽ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. ഔട്ടിങ്, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിനൊക്കെ ഒരു അളവ് ക്രമപ്പെടുത്തണം. ഔട്ടിങ് പോകുമ്പോഴും ഫുഡ് സെലക്ട് ചെയ്യുമ്പോഴും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഹോട്ടൽ ഫുഡിൽ അമിതമായിട്ടുള്ള സാച്ചുറേറ്റഡ് കണ്ടൻറ്റുള്ള ഫാറ്റ്സ് കാണും. അതുമാത്രമല്ല അതിൻ്റെ പ്രിപ്പറേഷൻസും ഒക്കെ ഹെൽത്തി ആകണം എന്നില്ല. അതിനാൽ ഹോട്ടൽ ഫുഡിൻ്റെ ഉപയോഗം പരിമിതപ്പെടുത്തണം എന്നുള്ളതാണ്. ഇനി വ്യായാമം ഔഷധതുല്യമാണ്. ദിവസവും ഒരു 3/4 മണിക്കൂറെങ്കിലും വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കണം. ഏത് തരത്തിലെ വ്യായാമവുമാകാം, നടത്തം, സൈക്ലിംഗ്, ജോഗിങ് ഏതാണെങ്കിലും. അതുപോലെ തന്നെ മാനസികാരോഗ്യത്തിനായി യോഗ, മെഡിറ്റേഷൻ എന്നിവ ശീലിക്കാം. കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഡയറ്റ് പാറ്റേൺ എടുക്കുക, ചിട്ടയായിട്ടുള്ളൊരു ഭക്ഷണ സംസ്കാരം കൊണ്ടുവരിക, വ്യായാമം ശീലിക്കുക. ഇതെല്ലാം നിന്ന് നമുക്ക് ബോഡി വെയിറ്റ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം.